ഹലോ മൈ ഗൈസ്, ഇത് നമ്മൾ നാട്ടുതേങ്ങിൻ്റെ വള്ളിക്ക് നെടി കൊടുക്കുകയാണ്. നെടി കൊടുത്തിട്ട് ആ വള്ളി ഒരു കാരമ കൂടെ പോണ വീഡിയോസും ഉണ്ട്, നെടി കൊടുത്തിട്ട് നെടിമ കയറ്റുന്ന വീഡിയോസും അതിനകത്തുണ്ട്. പക്ഷെ നാട്ടുതേങ്ങിൻ്റെ വള്ളി നമ്മൾ നെടി കൊടുത്താൽ അതിൻ്റെ ചുവട്ടിൽ പുല്ല് കെട്ടും. ഈ പുല്ല് കെട്ടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പുല്ലൊക്കെ പറിച്ച് നേരെ വൃത്തിയിലാക്കി ആ വള്ളി ഉഷാറാക്കി അതിന് പൊന്തിയതൊക്കെ ഒഴിവാക്കി എന്ത് ചെയ്യണം, കുറച്ച് മണ്ണൊക്കെ ഇട്ട് വള്ളി പുറത്ത് വന്ന വള്ളിയുണ്ടെങ്കിൽ ആ കൈമ കയറ്റി റെഡിയാക്കി കൊടുക്കണം. ഇതേപോലെ നാട്ടുതേങ്ങിന് 3 നെടിയാണ് കൊടുക്കണം. 1 2 3 നെടി ഉണ്ട്. നെടി കൊടുത്താൽ പോലെ അതിന് മുകളിൽ നിന്ന് കെട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കാറ്റിന് മറിയുമ്പോൾ തിരിഞ്ഞപ്പോൾ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ വള്ളി പുറത്താണ്, നെടിമ കയറിയിട്ടില്ല. ആ നെടിമ കയറാത്ത വള്ളിനെ എന്ത് ചെയ്യണം, നമ്മൾ നിലത്തിരുന്നിട്ട് നെടിമേലേക്ക് ചുറ്റിയിട്ട് ചെറിയൊരു വള്ളി കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ വള്ളി നാളെ മുതൽ എന്ത് ചെയ്യും, വള്ളി അതിൻ്റെ മുകളിലേക്ക് അടുത്ത വള്ളി ഇങ്ങനെ നീണ്ടു വരുമ്പോൾ അതിലേക്ക് ചുറ്റി അങ്ങനെ കയറി കൊണ്ടിരിക്കും. അതിനൊക്കെ എന്ത് ചെയ്യണം, മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ട് നേരെ ഉഷാറാക്കണം. അപ്പോൾ നെടി എത്ര ഹൈറ്റ് ഉണ്ടോ അത്ര ഒരു കിഴങ്ങുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന പറയും, നെടി ഒക്കെ പറിച്ച് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ നെടിനെ ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് പറിക്കുമല്ലോ. ആ പറിക്കണ വീഡിയോസ് നമ്മൾ എങ്ങനെ ഉണ്ട്, വീഡിയോസിൻ്റെ കിഴങ്ങ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കും. നാട്ടുതേങ്ങിൻ്റെ കിഴങ്ങ് എങ്ങനെയുണ്ട്, വലിപ്പമുണ്ട്, അത് ചെറുതാണെന്നുള്ളതൊക്കെ നമ്മളിതിൽ കാണിക്കും. അപ്പോൾ എന്താ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇതുണ്ട് പുല്ല് പറിക്കുകയാണ്, ഇതുണ്ട് പുല്ല് പറിച്ച് ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ പുല്ല് പറിച്ച് ഒഴിവാക്കുമ്പോൾ അതിന് വള്ളി നല്ല ഉഷാറായിട്ട് വരും. പുല്ല് കെട്ടിയൊരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ മുറിഞ്ഞാൽ പറഞ്ഞു, പുല്ല് ചുവടിലൊരു സാധനത്തിൻ്റെ കൃഷിയുടെ സാധനത്തിൻ്റെ ചുവടിൽ പുല്ല് കെട്ടി കഴിഞ്ഞാൽ പുല്ല് ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, അതിന് ഇട്ട് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തുക്കണം. അപ്പോൾ നമ്മൾ പുല്ല് പറിച്ച് ഒഴിവാക്കിയിട്ട് നേരെ വള്ളി ഉഷാറാക്കി നിർത്തുകയാണ്. അത് ഞങ്ങൾ പല സാധനം കാണാണ്ട് വൈകുന്നേരം കസ്തൂരി മഞ്ഞളൊക്കെ കാണുന്നതാണ്. പുല്ല് ചെത്തിയിട്ട് ചൂട്ടിക്കാക്കുകയാണ്. പുല്ല് അത് പറിച്ച് ഒഴിവാക്കിയിട്ട് ചെത്തിയിട്ട് ആ മണ്ണും പുല്ലും കൂടെ ചൂട്ടിക്കാക്കുക. അവിടെ കടന്ന് ഉണങ്ങുകയും ചെയ്യും, കോഴിയായിട്ട് ചനക്കൂല്ല. അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക. ഓക്കെ.